അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കല്ലുമ്മക്കായ ഫ്രൈ ആണ്. കല്ലുമ്മക്കായ ക്ലീനാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അധികം മസാലകളൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയ ഒരു കല്ലുമ്മക്കായ ഫ്രൈ ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നോക്കിയിട്ട് വരാം. അപ്പോൾ ഇവിടെ ഞാൻ 1 കിലോ കല്ലുമ്മക്കായ വാങ്ങിയിട്ട് അതിൽ നിന്ന് എടുത്ത ഇറച്ചിയാണ്. അപ്പോൾ 1 കിലോന്ന് അതിൻ്റെ തോടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 300 അല്ലെങ്കിൽ 400 ഗ്രാം വരും ഇതിൻ്റെ ഇറച്ചി. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ അതിന് വെച്ചതാണ്. നമുക്കിതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചെടുത്തതാണ്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി, നോക്കിയിട്ട് പിന്നെ ഇട്ടാൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇട്ടെടുക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് അത്ര എരിവൊന്നുമില്ലാത്ത മുളക് പൊടിയാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഒരു 30 മിനിറ്റ് നമുക്ക് ഇതുപോലെ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കൊരു ഫ്രൈ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച കല്ലുമ്മക്കായ കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങി വന്നോളും. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ കല്ലുമ്മക്കായയിൽ അതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കണം. ആ സമയത്ത് നമ്മുടെ കല്ലുമ്മക്കായ കൂടി നന്നായിട്ട് വെന്തോളും. ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ അടച്ചു വെച്ച് വീണ്ടും ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം അതിലുള്ള വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഇതുപോലെ വെച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ ഇവിടെ നന്നായി വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ചെറിയ ഫ്ലെയിമിലാക്കി കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ട് മുരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റിയതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കല്ലുമ്മക്കായ കിട്ടുന്ന സമയത്ത് ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി വരാം. താങ്ക് യു.